നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബർ വിപണിയിൽ ഉണർവ്. RSS പൂർണ്ണം റബ്ബറിന് 272 രൂപ. ഉൽപാദന ചെലവിൽ വലിയ വർധന. ഉയർന്ന വില പ്രയോജനം ചെയ്യുന്നില്ലെന്ന് കർഷകർ. വിവിധ ആവശ്യങ്ങളുമായി ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധത്തിൽ. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. KSRTCയുടെ പ്രിയദർശിനി യാത്രാ പദ്ധതി ആദ്യ ദിവസം ജില്ലയിൽ സീറോ ടിക്കറ്റിൽ യാത്ര ചെയ്തത് 29,194 സ്ത്രീകൾ. യാത്രാ ചെലവ് 7 ലക്ഷത്തിലധികം രൂപ. വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയുമായി SNDP യോഗം. കോട്ടയം ജില്ലാ യൂണിയൻ നേതാക്കൾ. ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം ചെറുക്കും. വാർത്തകൾ വിശദമായി. രാജ്യാന്തര വിപണിയിൽ റബ്ബറിന്റെ വില 300 രൂപ കടന്നതോടെ സംസ്ഥാനത്തും റബ്ബർ വില ഏറ്റവും ഉയർന്ന നിലയിലാണ്. 272 രൂപയാണ് RSS പൂർണ്ണം റബ്ബറിന്. എന്നാൽ ഉൽപാദന ചെലവിലുണ്ടായ വലിയ മാറ്റം മൂലം വില വർധന കർഷകർക്ക് വേണ്ട വിധം പ്രയോജനം ചെയ്തിട്ടില്ല. രാജ്യാന്തര വിപണിയിൽ റബ്ബറിന്റെ വില 300 രൂപയിലധികം കടന്നതോടെ സംസ്ഥാനത്ത് റബ്ബർ വില ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 272 രൂപയാണ് RSS പൂർണ്ണം റബ്ബറിന് കിലോയ്ക്ക് ലഭിക്കുന്നത്. റബ്ബർ പാലിന് 245 രൂപയും ലഭിക്കും. 2024 ഓഗസ്റ്റ് മാസത്തിൽ 247 രൂപയാണ് റബ്ബറിന് ലഭിച്ചത്. എന്നാൽ വില സ്ഥിരതയില്ലാത്തതിനാൽ വില ചാഞ്ചാടി നിൽക്കുകയായിരുന്നു. പിന്നീട് 2026 ജൂൺ മാസം മുതലാണ് വില ഉയരാൻ തുടങ്ങിയത്. എന്നാൽ ഉൽപാദന ചെലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധന വില ഉയരുന്നതിന് പ്രയോജനം കർഷകർക്ക് ലഭിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണമായി തീർന്നിട്ടുണ്ട്. കൂടാതെ 2 മാസം മുൻപ് കനത്ത ചൂടിൽ ഉൽപാദനവും കുറഞ്ഞിരുന്നു. പിന്നീട് ഇടവേളകളിലെ അതിശക്തമായ മഴയും ടാപ്പിംഗിനെ പ്രതികൂലമായി ബാധിച്ചു. വിലവർധന പ്രതീക്ഷിച്ച് റബ്ബർ ഷീറ്റ് സൂക്ഷിച്ചവർക്ക് മാത്രമാണ് ഇപ്പോൾ ഉയർന്ന വില പ്രയോജനം ചെയ്യുന്നത്. വിലയിലെ അനിശ്ചിതത്വം കർഷകർക്ക് എന്നും ഭീഷണിയാണെന്നും വളവും കൂലിയും ഉൾപ്പെടെയുള്ള ഉൽപാദന ചെലവും വിലവർധന കൊണ്ട് റബ്ബർ കർഷകർക്ക് കാര്യമായ പ്രയോജനം കിട്ടാത്ത സ്ഥിതിയാണെന്നും പരമ്പരാഗത കർഷകൻ ഈപ്പൻ പറയുന്നു. കർഷകരെ സംബന്ധിച്ച് സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ അനുകൂലമാണ്. പക്ഷെ അതെപ്പം താഴെ പോകുമെന്ന് അറിയത്തില്ല. കാരണം ഈ വിലയിലെ അനിശ്ചിതത്വമാണ് നമ്മളെ പ്രധാനമായിട്ടും തകർക്കുന്നത്. വില കൂടിക്കഴിയുമ്പോഴത്തേക്കിന് കൂലിച്ചെലവുകൾ കൂടും. അതനുസരിച്ച് പിന്നെ അത് കുറയ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ വളത്തിൻ്റെ കാര്യത്തിലാണേലും ഈ കഴിഞ്ഞ മാസം നമ്മുടെ ഫാക്ടം ഫോഴ്സിൻ്റെ വില 1520 രൂപയായിരുന്നു. അത് ജൂൺ മാസം ആയപ്പോഴത്തേക്കിന് 2000-ന് മേളിലായി. വളത്തിൻ്റെ വിലയും ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കർഷകനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. അടുത്ത ദിവസത്തെ സംസ്ഥാന ബജറ്റിൽ റബ്ബറിന്റെ തറവില 250 രൂപയാക്കി പ്രഖ്യാപിച്ചാലും കർഷകർക്ക് പ്രയോജനം ചെയ്യില്ലെന്നും റബ്ബർ കർഷകർ പറയുന്നു. തൊഴിലാളികളെ കൂടുതൽ ആകർഷിക്കാനുള്ള പദ്ധതികളാണ് വേണ്ടതെന്നും കർഷകർ കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ ഉൽപ്പാദന ചെലവാണെങ്കിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ 280 അല്ലേ, 280 ആണ് പറയുന്നത്. 250 കൊണ്ട് ഒരു പ്രയോജനം കർഷകർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊഴിലാളികളുടെ കാര്യത്തിൽ റബ്ബർ ബോർഡ് വളരെ കാര്യമായിട്ട് അവരുടെ ഭാവി മുൻ കണ്ടുകൊണ്ട് ഓരോ പദ്ധതികൾ കൊണ്ടുവരണം. ഇൻഷുറൻസ് പദ്ധതികൾ അതുപോലെയുള്ളത് കൊണ്ടുവന്ന് അവരെ ഇതിലേക്ക് ആകർഷിക്കണം. ഈ ടാപ്പിംഗ് മേഖലയിലേക്ക് ആളുകളെ ആകർഷിക്കണം. അതിനുള്ള നടപടികൾ റബ്ബർ ബോർഡ് ചെയ്യണം. കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും കർണാടകയിൽ റബ്ബർ കൃഷി നടത്തുന്ന സന്തോഷ് പറഞ്ഞു. വൻകിട തോട്ടങ്ങളിലാണ് അവിടെ കൃഷി. അവിടെ തൊഴിൽ ദിനങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാൽ നഷ്ടമില്ലാതെ കൃഷി കൊണ്ടുപോകാൻ സഹായകമാകുന്നുണ്ടെന്നും സന്തോഷ് പറഞ്ഞു. കർണാടകത്തിലെല്ലാം ഒരു തോട്ടങ്ങളെല്ലാം ഒരു ലാർജ് സ്കെയിൽ തോട്ടങ്ങളായിരിക്കും. കേരളത്തിൽ ഒരു ചെറിയ തോട്ടങ്ങളെ അപേക്ഷിച്ചല്ല, കർണാടകത്തിൽ ലാർജ് സ്കെയിൽ തോട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് ലേബറിനെ ഡിപ്ലോയ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണത്. അതാണ് ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് കേരളത്തിൽ നിന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ ലീവ് എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഇതായിരിക്കും. അപ്പം ബെറ്റർ നമുക്കൊരു ലേബർ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. കൂടുതൽ വർക്കിംഗ് ഡേയ്സ് കിട്ടുന്നു. അത് ഒരു പോസിറ്റീവ് സൈനാണ്. പിന്നെ അടുത്തത് മെയിനായിട്ടും അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡിൻ്റെ കാര്യത്തിൽ നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈൽഡിൻ്റെ കാര്യത്തിൽ കർണാടകം അത്രയ്ക്കൊരു ഹൈ ഈൽഡുള്ള ഒരു പ്രദേശമല്ല. അത് ആ ഒരു ഇതുകൊണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ കേരളത്തിലെ വില തന്നെ കിട്ടുന്നത് കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാറുണ്ട്. റബ്ബർ പാലിൽ നിന്നും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ശ്രമം നടത്തണമെന്നും യുവാക്കളെ റബ്ബർ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ തൊഴിലാളികൾ കളക്ടറേറ്റുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോട്ടയത്ത് CITU കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനിൽകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ചാർജ് അടിയന്തരമായി പുതുക്കി നിശ്ചയിക്കുക. പൊതുഗതാഗത വാഹനങ്ങളായ ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇന്ധനം സബ്സിഡി നിരക്കിൽ നൽകുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സമരം നടത്തിയത്. കോട്ടയത്ത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ 30, 35, 40 കൊല്ലക്കാലം വരെ പണിയെടുക്കുന്നവരുണ്ടല്ലോ. അവരിന് തൊഴിൽ മേഖലയെ കടന്ന് ഒരു പ്രദേശത്തൊരു സ്റ്റാൻഡിൽ പ്രവർത്തിച്ച് ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോയാൽ നാളെ രാവിലെ പണിക്ക് വരിക, അല്ലെങ്കിൽ ഇന്ന് പകല് ഉറങ്ങിയിട്ട് രാത്രിയിൽ ജോലിക്ക് വരിക, ഇങ്ങനെ പലതരത്തിലാണല്ലോ ഇന്ന് പ്രവർത്തിക്കുക. ആ സ്ഥിരത എന്ന സംവിധാനത്തെ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്ക് ഒരു വ്യവസ്ഥയുമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകളെ കൊണ്ടുപോകുന്നതിനാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ തോമസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി TP അജികുമാർ, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KC ബാബുക്കുട്ടൻ, KN വിശ്വനാഥൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ്, ജയ്മോൻ രാജൻ, ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയിൽ ആദ്യ ദിവസം ഓർഡിനറി ബസ്സുകളിൽ കോട്ടയം ജില്ലയിൽ യാത്ര ചെയ്തത് 29,194 സ്ത്രീകൾ. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് 25% വർധനയാണ് സ്ത്രീ യാത്രക്കാരിൽ ഉണ്ടായത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയിൽ ആദ്യ ദിവസം ഓർഡിനറി ബസ്സുകളിൽ 0 ടിക്കറ്റിൽ യാത്ര ചെയ്തത് കോട്ടയം ജില്ലയിൽ 29,194 സ്ത്രീകൾ. 7 KSRTC ഡിപ്പോകളിൽ 7,05,034 രൂപയാണ് 0 ടിക്കറ്റ് ഇനത്തിലെ ചെലവ്. വൈക്കം ഡിപ്പോയിൽ നിന്നുള്ള ബസ്സുകളിലാണ് കൂടുതൽ പേർ യാത്ര ചെയ്തത്. 9,312 പേർ ഇവിടെ യാത്ര ചെയ്തു. പൊൻകുന്നം ഡിപ്പോയിൽ നിന്നുള്ള 21 ബസ്സുകളിലായി 4,522 പേരാണ് യാത്ര ചെയ്തത്. 97,103 രൂപയാണ് അന്നത്തെ ചെലവ്. പാലാ ഡിപ്പോയിലെ 13 ഓർഡിനറി ബസ്സുകളിലായി 2,509 പേർ യാത്ര ചെയ്തു. 50,846 രൂപയാണ് ചെലവ്. കോട്ടയം ഡിപ്പോയിൽ നിന്നുള്ള 22 ഓർഡിനറി ബസ്സുകളിലായി 4,642 പേരാണ് യാത്ര ചെയ്തത്. 96,434 രൂപയാണ് ചെലവ്. എരുമേലി ഡിപ്പോയിൽ നിന്നുള്ള 13 ബസ്സുകളിലായി ആദ്യ ദിവസം 2,280 പേർ യാത്ര ചെയ്തു. ഏറ്റവും കുറവ് എരുമേലി ഡിപ്പോയിലാണ്. കോട്ടയം ജില്ലയിൽ 142 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സ്ത്രീ യാത്രക്കാരിൽ 25% വർധനയുണ്ടായതായി അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയുമായി SNDP യോഗം കോട്ടയം ജില്ലാ യൂണിയൻ നേതാക്കൾ. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്ന് കോട്ടയം ജില്ലയിലെ എല്ലാ യൂണിയൻ ഭാരവാഹികളും ചേർന്ന് പ്രഖ്യാപിച്ചു. മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ന്യൂനപക്ഷ പ്രകടനവും മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടുകളും തുറന്നു പറഞ്ഞാൽ ആരെയും വർഗീയവാദിയാക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്നും ഭാരവാഹികൾ പറയുന്നു. ഭൂരിപക്ഷ ഹിന്ദു ജനവിഭാഗത്തെ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒതുക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾക്കെതിരെയാണ് വെള്ളാപ്പള്ളി ശബ്ദമുയർത്തിയത്. സംസ്ഥാനത്തിന്റെ പൊതുഫണ്ട് ചില വിഭാഗങ്ങൾ കൊള്ളയടിക്കുന്നത് കണ്ട് മൗനം പാലിക്കാൻ SNDP യോഗം തയ്യാറല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാമെന്ന ആരുടെയും മോഹം നടക്കില്ലെന്നും ഇവർ പറഞ്ഞു. യൂണിയൻ തൊട്ട് അതിന്റെ ബയോ അനുസരിച്ച് കൃത്യമായ കാര്യങ്ങളാണ് ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദരണീയനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു മനുഷ്യ ആയസിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയധികം കാര്യങ്ങൾ പിന്നാക്കം നിന്ന ഈ സമുദായത്തിന് വേണ്ടിയിട്ട് രാവും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്ന ഒരു മഹാത്മാവാണ്, മഹാപുരുഷനാണ്. ആ അദ്ദേഹത്തിനെ അങ്ങോട്ട് വേട്ടയാടാമെന്ന് കരുതിയാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുലച്ചുപറമ്പിൽ അമ്മയും അതുപോലെ തന്നെ വാടപ്പുറം ബാവയും അങ്ങനെ ഒട്ടനവധി ഡോക്ടർ പൽപ്പും കുമാരനാശാൻ തൊട്ടുള്ള പ്രഗത്ഭരായ ടീം നയിച്ച പ്രസ്ഥാനമാണിത്. അപ്പൊ ആ ടീം എങ്ങനെ നയിക്കണം, ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ഓടിക്കണം എന്നൊക്കെ ഉള്ളത് SNDP പ്രസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ ദിശാബോധമുണ്ട്, ശരിയായ കാഴ്ചപ്പാടുണ്ട്.
ഇടത് സർക്കാരിന് മൂന്നാം തുടർഭരണം നഷ്ടമാകാൻ കാരണം ഇടതുമുന്നണിയിലെ കുതികാൽവെട്ടും CPM നേതൃനിരയിലെ പാളിച്ചകളുമാണ്. അത് ഉൾക്കൊള്ളാതെ ദയനീയ തോൽവിയുടെ കാരണം വെള്ളാപ്പള്ളി നടേശനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് LDFന്റെ ചില നേതാക്കളെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയതയും അഴിമതിയും ചോദ്യം ചെയ്തതാണ് വെള്ളാപ്പള്ളിയുടെ കുറ്റമെങ്കിൽ ആ കുറ്റം യോഗം പ്രവർത്തകർ ഏറ്റെടുക്കുമെന്നും ഇവർ പറഞ്ഞു. മുസ്ലിം ലീഗിനെയാണ് ജനറൽ സെക്രട്ടറി വിമർശിക്കുന്നതെന്നും മുസ്ലിം സമൂഹത്തെയല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ 8 താലൂക്ക് യൂണിയനുകളിലെ നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരത്തിൽ ഓടകൾ തകർന്ന് മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് പരിഹരിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ യോഗം ചേർന്നു. മന്ത്രി മോൻസ് ജോസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. പാലായിൽ ഓട തകർന്ന് മലിനജലം റോഡിലൂടെ ഒഴുകുന്നതും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നതും പരിഹരിക്കാൻ ആലോചനാ യോഗം നടന്നു. വാട്ടർ അതോറിറ്റിയുടെ പുത്തൻപള്ളിക്കുന്നിലെ ടാങ്കുകൾ ശുചീകരിക്കുമ്പോഴുണ്ടാകുന്ന മലിനജലമാണ് കിഴത്തടിയൂർ ബാങ്കിന് സമീപത്ത് റോഡിലൂടെ ഒഴുകി വ്യാപാര സ്ഥാപനങ്ങളിൽ കയറുന്നത്. മലിനജലം മുൻപ് ഒഴുകിയിരുന്ന ഓടകൾ തകർന്നതും ഒഴുക്ക് തടസ്സപ്പെട്ടതും ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗം കിഴത്തടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത്. മലിനജലം കെട്ടിക്കിടക്കാതെ മിനിച്ചിലാറ്റിലേക്ക് ഒഴുകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ കൗൺസിലർ ബിജി ജോജോ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജല അതോറിറ്റി, പൊതുമരാമത്ത് എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ അൽഫോൻസ കോളേജിൽ ടോപ്പേഴ്സ് ദിനാഘോഷം നടന്നു. 2025-26 വർഷത്തെ ഡിഗ്രി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനികളെ അനുമോദിച്ചു. കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷനായി. ദീപിക എഡിറ്റർ ജോർജ് കള്ളിവയലിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി തലത്തിൽ 28 റാങ്കുകളാണ് കോളേജ് നേടിയത്. നമ്മൾ സമൂഹത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റം അത് നമ്മളിലൂടെ തന്നെ തുടങ്ങുക, ആ മാറ്റത്തിന്റെ നാന്ദിയാകുവാൻ നമുക്ക് കഴിയുക എന്നത് ആണ് ഇന്ന്. നമുക്കറിയാം, അതൊരു ചരിത്ര മുഹൂർത്തമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ബിരുദം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വർഷങ്ങളുടെ ഒരു കഠിനാധ്വാനത്തിന്റെയും സ്വപ്നങ്ങളുടെയും ഒരു സാക്ഷാത്കാരം. ആ ബിരുദം ഏറ്റുവാങ്ങുന്നത് വെറും ഒരു സുന്ദര നിമിഷം മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കുള്ള, അടുത്ത വലിയ ചവിട്ടുപടിയിലേക്കുള്ള ഒരു പ്രയാണമാണിത്. പാലാ പോണാക്ലാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞവും പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവവും തുടങ്ങി. ചേപ്പാട് ഹരിശങ്കറിന്റെ നേതൃത്വത്തിലാണ് നവാഹയജ്ഞം നടക്കുന്നത്. യജ്ഞത്തിന്റെ 3ാം ദിവസമായ ഇന്ന് രാവിലെ കുമാരി പൂജ നടന്നു. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെ 3 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടി ദേവീരൂപത്തിൽ അണിയിച്ചൊരുക്കി പൂജ നടത്തുന്ന ചടങ്ങാണിത്. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ വിപണിയിൽ ഉണർവ്. RSS 4 നം റബ്ബറിന് 272 രൂപ. ഉൽപാദന ചെലവിൽ വലിയ വർധന. ഉയർന്ന വില പ്രയോജനം ചെയ്യുന്നില്ലെന്ന് കർഷകർ. വിവിധ ആവശ്യങ്ങളുമായി ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധത്തിൽ. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. KSRTCയുടെ പ്രിയദർശിനി യാത്രാ പദ്ധതി ആദ്യ ദിവസം ജില്ലയിൽ 0 ടിക്കറ്റിൽ യാത്ര ചെയ്തത് 29,194 സ്ത്രീകൾ. യാത്രാ ചെലവ് 7 ലക്ഷത്തിലധികം രൂപ. വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയുമായി SNDP യോഗം കോട്ടയം ജില്ലാ യൂണിയൻ നേതാക്കൾ. ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം ചെറുക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.